ഉസ്താദെ, ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയേക്കാണ്. എവിടെ തിരിഞ്ഞാലും ശത്രുക്കളാണ്. അള്ളാഹു എനിക്ക് തന്ന നിഅമത്ത് കണ്ട് അസൂയ മൂത്തിട്ട് എന്നോട് ശത്രുത കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉസ്താദെ. അയൽവാസികൾ എന്നോട് ശത്രുത വെക്കുന്നുണ്ട്. അവരെന്നോട് ശത്രുത വെച്ചുകൊണ്ട് വഞ്ചന കാണിക്കുന്നുണ്ട് ഉസ്താദെ എന്ന് സങ്കടം പറയുന്ന, അല്ലെങ്കിൽ അത് പറയാതെ മനസ്സിനകത്ത് ഒളിപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് പിതാക്കന്മാരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന ഈ ഒരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ആലങ്കാരികമായി ഉള്ള പ്രയോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്ദരമാക്കപ്പെട്ട ആയത്തുകളും മറ്റു ദിക്റുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു പൊടിക്കൈ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ 10 മിനിറ്റിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ചെയ്താൽ മതി, നിങ്ങളുടെ ഏത് ശത്രുക്കളും നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തും. അതായത് ആ ശത്രുതയെ അല്ലാഹു തആല മാറ്റിത്തരും. മനസ്സ് മുഖല്ലിബുൽ ഖുലൂബ് എന്ന് പറയുന്ന അല്ലാഹയാണല്ലോ. അപ്പോൾ ആ മനസ്സിലുള്ളത് അല്ലാഹു തആല നീക്കം ചെയ്തരും, ഉറപ്പാണ്. അപ്പോൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ദുആ ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹമുള്ള പ്രശ്നങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നല്ല രീതിയിൽ പടച്ച തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. ഇപ്പോൾ തന്നെ നിങ്ങളത് പറയണം പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ പറയുമ്പോൾ വലിയ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ, അല്ലാഹു കൈ തന്നു, കാല് തന്നു, കണ്ണ് തന്നു, ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വണ്ണം അല്ലാഹു അനുഗ്രഹങ്ങൾ തന്നു. ഈ അനുഗ്രഹങ്ങൾ എങ്ങാനും ഓർത്തൊരു മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ വലിയ പ്രതിഫലമാണ്. അപ്പൊ നമ്മൾ എപ്പോൾ ഹംദ് പറഞ്ഞാലും, എപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞാലും, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈ നിഅമത്തുകളുണ്ടല്ലോ, ഇത് ഓർത്തിട്ടൊന്ന് അൽഹംദുലില്ലാ പറയാം. അതിനെ നന്ദി എന്ന് പറയാം. അങ്ങനെ നന്ദി ചെയ്യുമ്പോഴാണ് അല്ലാഹു ഈ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്തു തരും, അധികരിപ്പിച്ചു തരും. സമ്പത്താണെങ്കിൽ അങ്ങനെ, കുടുംബമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അല്ലാഹു അധികരിപ്പിച്ചു തരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അമലാണ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. പലർക്കും പലവിധ ശത്രുതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലേ? ഇത് പലരും പറയാൻ മടിക്കുന്നതാണ്. അങ്ങനെ കമന്റ് സെക്ഷനുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രിയപ്പെട്ടവരെ, പലർക്കും പലതരത്തിലുള്ള ശത്രുക്കളാണുള്ളത്. ഉസ്താദെ ദുആ ചെയ്യണേ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉസ്താദെ ശത്രുത കൊണ്ട് ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. അവര് ഒരു പക്ഷേ സിഹറിന് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ശത്രുതകൾ കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തും, ഉറപ്പാണ്. അവരുടെ ശത്രുത അല്ലാഹു മാറ്റിത്തരും. അവർക്ക് അവരുടെ ഖൽബിൽ അല്ലാഹു നിങ്ങളോടുള്ള സ്നേഹം ഇട്ട് കൊടുക്കും. ഈ പറയാൻ പോകുന്ന കാര്യം ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അപ്പോൾ നമുക്കത് പറയാം പ്രിയപ്പെട്ടവരെ. പഠിച്ചു വെച്ചോ, എഴുതി വെച്ചോ. നമുക്കറിയാമല്ലോ, ഏതൊരു ഖുർആൻ ഓതി തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ഓതാറുള്ള എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, ഏതൊരു നന്മയുള്ള കാര്യം ചെയ്യുമ്പോഴും ബിസ്മി പറയൽ വല്ലാത്ത സുന്നത്തുണ്ട്, വല്ലാത്ത പ്രതിഫലമുണ്ട്. അതിലൂടെ അല്ലാഹു ബറക്കത്ത് തരും എന്നുള്ളതാണ്. അപ്പോൾ ബിസ്മി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എത്ര പ്രാവശ്യം അത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഫ മറ, 1000 പ്രാവശ്യം. ബിസ്മി ഇതിനിടയിൽ സംസാരിക്കുകയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഓടുകയോ ചെയ്യരുത്. ഇതൊറ്റ ഇരിപ്പിനിരുന്ന് ചൊല്ലാനുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വളരെ പെട്ടെന്ന് ചൊല്ലാവുന്നതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് 1000 ചൊല്ലാം. 10-15 മിനിറ്റ് മതിയാകുമെന്ന് തോന്നുന്നു. 1000 ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുമ്പോൾ മഖറജ് അനുസരിച്ച് തെറ്റുകൂടാതെ ഓതുക 1000 പ്രാവശ്യം. ശേഷം അൽഹംദുലില്ലാ, എങ്ങനെ? ഹംദ്, അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഹംദ് 1000 പ്രാവശ്യം. അൽഹംദുലില്ലാ, 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 ഇത് 1000 പ്രാവശ്യം. മൂന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ 1000 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ദിക്ർ
1000 പ്രാവശ്യം ചൊല്ലുക. ശേഷം ഒരു സ്വലാത്താണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. ഇത്രേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് 1000 പ്രാവശ്യം ചൊല്ലുക. ശേഷം അള്ളാഹുവിനോട് നിങ്ങൾക്കുള്ള ശത്രുത, ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുത ഉണ്ട് എങ്കിൽ ആ ശത്രുതയെക്കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറയാം. അവർക്ക് എതിരായിട്ടെന്ന് പറഞ്ഞാൽ ആ ശത്രുത മാറിക്കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാതെ അവരെ നശിപ്പിച്ച് കളയാനൊരു മനസ്സൊരു മുഅ്മിനിന് യോജിച്ച സ്വഭാവമല്ല. അത് മുത്തുനബിയുടെ ഉമ്മത്തിന് യോജിച്ച സ്വഭാവമല്ല ഒരാളെ നശിപ്പിച്ച് കളയാന്നുള്ളത്. നമ്മൾ ശത്രുക്കളോട് പോലും നല്ല സമീപനം ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ ഒരു മുഅ്മിനിന്റെ അടയാളവും കടമയും എന്ന് പറയുന്നത്. അത് മുത്തുനബിയുടെ ചര്യം അങ്ങനെയാണ്. ശത്രുക്കളോട് പോലും സ്നേഹം കാണിച്ചിരുന്ന പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അവർക്ക് എതിരായിട്ട് അവരെ നശിപ്പിച്ച് കളയാനുള്ള ദുആ അല്ല ചെയ്യേണ്ടത്. എന്താണ് ദുആ ചെയ്യണം? അല്ലാഹുവേ, ഇന്ന ശത്രുതകൾ എന്നോടുണ്ട് റബ്ബേ, ഇന്ന മനുഷ്യനിക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ നിന്ന് ശത്രുത മാറ്റി തരണേ എന്ന് ദുആ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആ ശത്രുത പരിപൂർണമായും മാറ്റിത്തരും. അവരുടെ ഹൃദയത്തിലേക്ക് മുഖല്ലിബുൽ ഖുലൂബായ അല്ലാഹ്. എന്താ മുഖല്ലിബുൽ ഖുലൂബ്? ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനായ അല്ലാഹ്. ഹൃദയത്തിൽ ഒരാൾക്ക് സ്നേഹം ഇട്ടുകൊടുക്കാനും അല്ലാഹ്ക്ക് കഴിവുണ്ട്, ശത്രുത ഇട്ട് കൊടുക്കാനും റബ്ബിന് കഴിവുണ്ട്. അപ്പൊ ഈ ശത്രുതയെ മാറ്റി സ്നേഹം ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ നമ്മളോട് ശത്രുതയുള്ളത് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പടച്ചതമ്പുരാൻ എന്ത് ചെയ്ത് കൊടുക്കും? ശത്രുതകൾ മാറ്റി സന്തോഷം കൊടുക്കും, നമ്മളോട് വല്ലാത്ത സ്നേഹം കൊടുക്കും, മതിപ്പ് കൊടുക്കും. ഇത് അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ഒന്നുകൂടെ പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 പ്രാവശ്യം എഴുതി വെച്ചോണം പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ മറന്നുപോകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 പ്രാവശ്യം, അൽഹംദുലില്ലാ 1000 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് 1000 പ്രാവശ്യം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ 1000 പ്രാവശ്യം. അങ്ങനെ ശേഷം അള്ളാഹുവിനോട് ദുആ, ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നിബന്ധന എന്താണെന്നറിയോ? ഫർളായ കർമ്മങ്ങൾ, എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഫർളായ കർമ്മങ്ങൾ ഇൻഷാ അല്ലാഹ്, ആ ഫർളായ കർമ്മങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. അതിലൊരു വീഴ്ചയും വരാൻ പാടില്ല. അള്ളാഹു അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. നിസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, ഖുർആൻ പാരായണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അല്ലാതെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ഇത് ചെയ്തിട്ട് റബ്ബിനോട് തേടൽ, അതൊരു മുഅ്മിനിന് യോജിച്ച സ്വഭാവമല്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലാഹു തആല ഫർളാക്കി തന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കി തന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് നീ ഒരു മുഅ്മിനാവുക. പിന്നീടാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് സ്നേഹം പിടിച്ചു പറ്റി അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെയുള്ള ഓരോ ആഗ്രഹ സഫലീകരണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹു ഭാഗ്യം തരട്ടെ, ജീവിതത്തിൽ അള്ളാഹു സന്തോഷം തരട്ടെ, സമാധാനമുള്ള സംതൃപ്തി പടച്ചതമ്പുരാൻ തരട്ടെ, നമ്മയൊക്കെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് വസിയത്താണെന്ന് റബ്ബിനറിയാം. ആ വസിയത്തുകൾ അള്ളാഹു പരിപൂർണമായും ഏറ്റെടുക്കട്ടെ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പരിപൂർണമായും ഹാസിലാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൻ്റെ വ്യഥകൾ, വേദനകൾ, വ്യസനങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളെല്ലാം അർഹമുറാഹിമായ പടച്ചതമ്പുരാൻ അവൻ്റെ കൃപ കൊണ്ട്, കരുണ കൊണ്ട് പരിപൂർണമായും ഇല്ലായ്മ ചെയ്തു കൊടുക്കട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അള്ളാഹു അവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കട്ടെ. ലക്ഷങ്ങളാണ്, കോടികളാണ് കടങ്ങൾ എന്നറിയിച്ചവർ അള്ളാഹു തആലാക്ക് അതൊക്കെ സിമ്പിളായിട്ട് വീട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. ആത്മാർത്ഥമായി റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കടങ്ങളൊക്കെ പഠിപ്പിച്ചതമ്പുരാൻ മാറ്റി തന്ന് സന്തോഷിപ്പിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക എന്ന ദുആ വസിയത്തോടെ നിർത്തട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.